ഞാൻ ഇവിടെ റിവീൽ ചെയ്യാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഫോറക്സിലെ സ്ട്രാറ്റജിയാണ്. രണ്ട് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുള്ളൂ. 2 ഇൻഡിക്കേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇത് സൂം ഔട്ട് എങ്ങനെ സൂം ചെയ്യണമെന്ന് കാണിച്ചു തരാം. എത്ര സൂമിനാണ് സൂം ഔട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. 1 2 ഇതാണ് കറക്റ്റ്. ഇങ്ങനെയാണ് ഫസ്റ്റ് സൂം ചെയ്യാൻ. രണ്ട് പ്രാവശ്യമേ സൂം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് 30 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. 30 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് അക്യുറസി ആയിട്ടുള്ളത്. വേറെ ടൈം ഫ്രെയിമിലൊന്നും അക്യുറസി അല്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബാലൻസിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ലോഡ് സൈസ് സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ വാഷ് ഔട്ട് ആയി പോകും. ഞാൻ പറയുന്നത് മാക്സിമം 0.01 ഇടാൻ പാടുള്ളൂ. പ്രത്യേകിച്ചത് BTC UST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസി ആണ്. അത് നമുക്ക് ശനിയാഴ്ച ആയാലും ഞായറാഴ്ച ആയാലും നമുക്ക് ട്രേഡ് എടുക്കാൻ കഴിയും. നമുക്ക് ഈ ഫോറക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ വരെ എല്ലാവർക്കും അറിയുന്നതാണ്. അതുവരെ ഉള്ളൂ. പക്ഷെ BTCയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ശനി ഞായറും കൂടി ട്രേഡ് എടുക്കാൻ പറ്റും. ആ BTCയിലുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഫസ്റ്റ് തന്നെ ഗ്രാഫ് ക്ലിക്ക് ചെയ്യുക. ഈ ഗ്രാഫിൽ മെയിനും ഉണ്ടാവും, മെയിൻ ചാർട്ട് ഉണ്ടാവും, ഇൻഡിക്കേറ്റർ വിൻഡോ 1 ഉണ്ടാവും. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ മെയിൻ ചാർട്ട് ക്ലിക്ക് ചെയ്യാം. മെയിൻ ചാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് അതിൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് കാണിക്കും. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സെറ്റിംഗ്സ് ഒക്കെ സെറ്റ് ചെയ്യുക. ഇത് പീരീഡ് 1 അപ്ലൈ ടു ക്ലോസ്, സ്റ്റൈൽ 2 പിക്സൽ, ലെവല് 90, ഡിസ്ക്രിപ്ഷൻ സെല്ല് 10, ബൈ ഡിസ്ക്രിപ്ഷൻ 50, TP ഡിസ്ക്രിപ്ഷൻ 2 പിക്സൽ ബ്ലൂ. ഓക്കെ. ബാക്ക് അടിച്ചിട്ട് സേവ് അടിക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആ സെക്കൻഡ് ഇൻഡിക്കേറ്റർ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ചാർട്ട് അല്ല ക്ലിക്ക് ചെയ്യേണ്ടത്, ഇൻഡിക്കേറ്റർ വിൻഡോ 1 ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത്. ഓക്കെ. അപ്പൊ ഇച്ചിമോക്കു ക്ലിക്ക് ചെയ്യുക. ഏത് ഇൻഡിക്കേറ്റർ വിൻഡോ 1 വന്നിട്ട് ഇച്ചിമോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം സെറ്റിംഗ്സ്. ടെങ്കൻസൺ 5, കിഞ്ചുൻ സെൻ 2. ഒക്കെ ഇതേപോലെ തന്നെ ആയിരിക്കണം. ഞാൻ പറഞ്ഞ പ്രൊനൗൺസിയേഷൻ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് സെറ്റിംഗ്സ് ഇതേപോലെ വെക്കുക. ഓക്കെ. എന്നിട്ട് പിന്നെ സേവ് അടിക്കുക. എന്നിട്ട് ബാക്കിലേക്ക് വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ് ഉണ്ടാവുക. ഇത് ഇപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽ ട്രെൻഡ് ആണ് ഇപ്പോ ഉള്ളത്. അതുകൊണ്ട് തന്നെ 0.01 നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോ മൂവ്മെന്റ് ഒന്നും കാണിക്കും. ഇപ്പോ എങ്ങനെയാന്ന് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഈ സെല്ലാണോ ബൈ ആണോ എങ്ങനെയാന്ന് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോ എപ്പോഴാണോ ബ്ലൂ ലൈൻ 90 ടച്ച് ചെയ്ത് താഴോട്ട് വന്ന് റെഡിൽ ഇന്റർസെക്ട് ചെയ്യുന്നുവോ അപ്പൊ മുതൽ നമുക്ക് സെൽ ട്രേഡ് എടുത്ത് തുടങ്ങാം. 0.01 ഇടാൻ പാടുള്ളൂ. പ്രത്യേകം ഞാൻ പറയുന്നു, കൂടുതൽ ലോഡ് സൈസിലൊന്നും ഇടാൻ പാടില്ല. കാരണം എപ്പം വേണമെങ്കിലും ഫ്ലക്ച്വേഷൻ കാണിക്കാം. പെട്ടെന്നായിരിക്കും മൂവ്മെന്റ് ആവുക. ചില സമയത്ത് ന്യൂസിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കാം. ചില സമയത്ത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് 95% അക്യുറസി ആണ് ഇത് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് സെൽ ട്രേഡ് എടുക്കുക എന്നത്. ഒന്നും കൂടി ഞാൻ പറയാം, ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം. ഈ ബ്ലൂ ലൈൻ ടച്ച് ചെയ്ത് ബ്ലൂ ലൈൻ 90 ടച്ച് ചെയ്യുമ്പോൾ അത് തിരിച്ച് വന്ന് റെഡിൽ ഇന്റർസെക്ട് ചെയ്ത് ക്രോസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ സെൽ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ട്രേഡ് എടുക്കാം.
അത് 0.01 എന്നുള്ളൂ. പിന്നെ എന്ന് പറയണെങ്കിൽ ബൈ ട്രേഡ് എന്ന് പറഞ്ഞെങ്കിൽ എങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ഈ ബ്ലൂ 10 ടച്ച് ചെയ്ത് ഈ റെഡില് ഇന്റർസെക്ട് ചെയ്ത് ക്രോസ് ആകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങള് ബൈ ട്രേഡ് എടുക്കാൻ പാടുകയുള്ളൂ. ഓക്കെ, ഇതിന്റെ മുന്നേ 90 ടച്ച് ചെയ്യുന്ന മുന്നേ തന്നെ ബൈ ട്രേഡ് നിങ്ങൾ ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എടുത്ത പ്രോഫിറ്റ് പെട്ടെന്നായിരിക്കാം ചിലപ്പം ഇതായി പോവുക. അതുകൊണ്ട് തന്നെ 90 എത്തുന്നതിന്റെ മുന്നേ തന്നെ അത് ക്ലോസ് ചെയ്താൽ അത്രയും പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അത്ര മാത്രമേ ഉള്ളൂ. കൂടുതൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുക. ഞാൻ കൂടുതലായി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളെ വാല്യുബിൾ ആയുള്ള ഫീഡ്ബാക്ക് ഇതിൽ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക.